ഓക്കെ ഷോൺ റെഡി അല്ലേ? നമ്മള് ലെസൺ എടുത്തു അല്ലെ? ബേണ്ടിക്ക മാൻ ലെസൺ എടുത്തു. അതില് ഇനി എടുത്തത് വേർഡ് മീനിങ് ആണ്, ശബ്ദാർത്ഥം. മിസ് പറയാം. പേജ് നമ്പർ 37. വേർഡ് മീനിങ് ശബ്ദാർത്ഥം. പവിത്ര തീർത്ത് ഹോളി പ്ലേസ്. ശ്രദ്ധ റെസ്പെക്ട്. പവിത്ര യെസ്. ഞാൻ ആ കഥ അവസാനം ടൈം ആയപ്പോ എന്റെ നെറ്റ് കട്ടായി പോയി. കേട്ടില്ല മിസ്. മിസ് ലാസ്റ്റ് പറഞ്ഞത് ഓർമ്മയില്ല? കേട്ടില്ല? കേട്ടില്ല. ഇല്ല. എത്ര വരെ മോനെ എനിക്ക് കേട്ടത്? ഞാൻ 9ാം പാഠം എല്ലാം പഠിപ്പിച്ച് കേട്ടു. 10ാം പാഠം എടുത്തത് കേട്ടതേയില്ല? ഇല്ല. അതെയോ? ഓക്കെ. അത് വീണ്ടും പറഞ്ഞു തരണോ? അല്ല, ഞാൻ യൂട്യൂബിൽ ക്ലാസ് കൂടിക്കോളാം. അങ്ങനെ കണ്ടോളുവോ? ആ ഓക്കെ. എന്നിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് മിസ്സിനോട് പറയണേ. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ മിസ്സിനോട് ഒന്ന് പറയണേ. ഇല്ല, ഞാൻ കഥ ചുരുക്കി പറഞ്ഞുതരാം. അതിൽ മക്ക, മദീനയില്ലേ, മക്കയിൽ പോകുന്നില്ലേ മുസ്ലിങ്ങളെ? പവിത്ര തീർത്ഥാടന സ്ഥലമാണ് മക്ക. അപ്പൊ അവിടേക്ക് ഒരു വ്യക്തി പോവുകയാണ്. എന്നിട്ടോ അവിടുന്ന് പവിത്ര ജലം ഒരു പാത്രത്തിൽ ഇറക്കിയിട്ട് അദ്ദേഹം തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് കുറെ യാത്ര ചെയ്ത് കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് നാട്ടിലെത്തുന്നത്. അവിടെ എത്തിയിട്ട് അവിടെയുള്ള ഒരു ഖലീഫയ്ക്ക് ആ പവിത്ര ജലം കുടിക്കാൻ വേണ്ടി കൊടുത്തു. പക്ഷെ അദ്ദേഹം പരിചയമില്ലാത്ത ആളാണെങ്കിൽ കൂടി തനിക്ക് തന്ന ഗിഫ്റ്റ് അല്ലേ എന്ന് കരുതിയിട്ട് ആ ഖലീഫ എന്ത് ചെയ്തു? ആ പാത്രത്തിലെ വെള്ളം വാങ്ങി കുടിച്ചു. അപ്പൊ ബാക്കി ഇവിടെ ഉള്ളവർക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പാത്രവും വെള്ളവും അവിടെ വെച്ചിട്ട് ആ യാത്രക്കാരൻ തിരിച്ചുപോയി. അപ്പൊ രാജസദസ്സിലെ ബാക്കിയുള്ളവർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുത്ത സമയത്ത് അവർക്ക് ആർക്കും കുടിക്കാൻ വേണ്ടി സാധിച്ചില്ല. കാരണം അതില് ഈ വെള്ളം അവിടുന്ന് കൊണ്ടുവന്നിട്ട് മാസങ്ങളായി. കാരണം കുറെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞിട്ടാണ് നാട്ടിലെത്തുന്നത്. അപ്പൊ ആ വെള്ളം ദുർഗന്ധം വരാൻ തുടങ്ങിയിരുന്നു. കാരണം അടച്ചു വെച്ച് വെള്ളം അടച്ചു വെച്ചത് കാരണം അതായത് ഒരു വല്ലാത്തൊരു മണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സ്മെല്ല് കാരണം ബാക്കിയുള്ളവർക്ക് വെള്ളം കുടിക്കാൻ സാധിച്ചില്ല. അപ്പൊ അവര് ചോദിച്ചു ഖലീഫയോട്, താങ്കൾ എങ്ങനെയാണ് ഈ ദുർഗന്ധം വമിക്കുന്ന ജലം കുടിച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണ്? ഞാൻ അത് നോക്കിയില്ല. കാരണം എനിക്കൊരു വ്യക്തി കൊണ്ടുവന്ന ഒരു ഗിഫ്റ്റ് ആണ്. എനിക്ക് അയാൾ തന്നത് ഒരു വിശ്വാസം. അയാളോടുള്ള വിശ്വാസം കൊണ്ടും പിന്നെ അയാൾ തന്ന ഗിഫ്റ്റിനെ എനിക്ക് അപമാനിക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ടുമാണ് ഞാനത് വാങ്ങി കഴിച്ചതെന്ന് പറയുന്നത്. അപ്പൊ അത് കേട്ടപ്പോഴ് ആ രാജസദസ്സിലെ ബാക്കിയുള്ളവർക്ക് ലജ്ജ തോന്നി. കാരണം രാജാവ് ഖലീഫ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോ അവർക്ക് ലജ്ജ തോന്നി. കാരണം ഇവർ എങ്ങനെയാണ് നിങ്ങൾ ഈ വെള്ളം കുടിച്ചെന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് എന്താണ് അതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാല്, അതായത് മറ്റുള്ളവര് എന്ത് ഗിഫ്റ്റ് തന്നാലും അതിനെ അവോയ്ഡ് ചെയ്യാൻ പാടില്ല, തിരസ്കരിക്കാൻ പാടില്ല. എന്ത് ഗിഫ്റ്റ് ആയാലും അത് നിങ്ങൾ സ്വീകരിക്കണം എന്നാണ് അതിനെ കൊണ്ട് അർത്ഥാക്കുന്നത്. അതാണ് ആ ലെസണിൽ വരുന്നത് കേട്ടോ. എന്നിട്ട് നോക്കുക, യൂട്യൂബ് നോക്കിയിട്ട് എന്നിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ മിസ് ഒന്നും കൂടി പറഞ്ഞുതരാം. അതിൽ വേർഡ് മീനിങ്ങിൽ ഫസ്റ്റ് വേർഡ് എന്താണ്? പവിത്ര തീർത്ത് ഹോളി പ്ലേസ്. ശ്രദ്ധ റെസ്പെക്ട്. പവിത്ര സരോവർ ഹോളി ടാങ്ക്. ആബെ ജംജം ഹോളി വാട്ടർ. ഹിഫാസത്ത് സേഫ്റ്റി. സഡാന്ത് ഫുൾ സ്മെല്ല്. ദർവേഷ് പിൽഗ്രിം. ബദ്ബുദാർ ഫുൾ സ്മെൽ. ഖഫ ആംഗ്രി. അപമാൻ ഇൻസൾട്ട്. ഖുദാക്ക ബന്ദ ഗോഡ്മാൻ. ശർമ്മ ഷായ്. ഇത്രയുമാണ് അതിലെ വേർഡ് മീനിങ്ങൾ ഉള്ളത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് പേജിൽ 38, പേജ് നമ്പർ 38. ആൻസർ ദി ഫോളോവിംഗ് ക്വസ്റ്റ്യൻസ്. आबे जमजम क्या है? इसे यात्री ने खलीफा को क्यों दिया? आबे जमजम क्या है? ആബേ ജംജം ക്യാ ഹെ എന്ന് പറഞ്ഞാല് എന്താണ് ആബേ ജംജം? ആബേ ജംജം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദ്യം. എന്താണ്? പവിത്രമായ ജലമാണ്. മക്കയിലെ പവിത്രമായ ജലമാണ് ആബേ ജംജം. ഓക്കെ. ഇസെ യാത്രീനെ ഖലീഫ കോ ക്യോം ദിയ.
ഇത് എന്തിനാണ് യാത്രക്കാരൻ ഖലീഫയ്ക്ക് നൽകിയതെന്നാണ് അടുത്ത ചോദ്യം. എന്തിനായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? ആബേ ജംജം എന്താണെന്ന് വെച്ചാൽ ആബേ ജംജം പവിത്രമായ ജലമാണ്. അത് എന്താണ് ഖലീഫയ്ക്ക് നൽകിയത് എന്നുള്ളത് എന്താണ്? പിന്നെ അദ്ദേഹം ആ യാത്രക്കാരും ഒന്നിച്ച് അദ്ദേഹം ബഗ്ദദിന് നേരെയാണ് നടന്നു വന്നത്. അപ്പൊ അദ്ദേഹം ഖലീഫയുടെ അടുത്ത് എത്തിച്ചേരുന്നു. എന്നിട്ട് ഖലീഫയ്ക്ക് നൽകുന്നു. അത് ആ അവിടുത്തെ രാജാവായത് കൊണ്ടാണ് അദ്ദേഹത്തിന് നൽകിയത്. പവിത്രമായ ജലം എടുത്തു കൊണ്ടുവന്ന് കൊടുത്തത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഖലീഫ കെ ദർബാരി ജൽ ക്യോ നഹി പീനാ ചാഹത്തെ थे? എന്തുകൊണ്ടാണ് ഖലീഫയുടെ അവിടെയുള്ള രാജസദസ്സിലുള്ള ബാക്കിയുള്ളവർക്ക് ജലം കുടിക്കുവാൻ വേണ്ടി സാധിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ്? പാനിമേ ഗന്ധ് ആ ഗയി थी, ദുർഗന്ധം വന്നിരുന്നു. അതുകൊണ്ടാണ് ആ വെള്ളം. അതായത് ബന്ദ് ലോട്ടേമേ പടേ രഹ്നെ കെ കാരൻ, അതായത് അടച്ചു വെച്ചിരിക്കുന്നത് കാരണം, ആ പാത്രം അടച്ചു വെച്ചിരിക്കുന്ന കാരണം കൊണ്ട് പാനിമേ ഗന്ധ് ആ ഗയി थी, ആ വെള്ളത്തില് ദുർഗന്ധം ഉണ്ടായിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, ഖലീഫ നെ സാത്തിയോം സെ ക്യാ കഹ? എന്താണ് ഖലീഫ തന്റെ കൂട്ടുകാരോട് പറഞ്ഞത്? मैं उसकी श्रद्धा और विश्वास को ठेस न पहुंचा सका, अतः मैंने भी उसी श्रद्धा और विश्वास से जल को पिए लिया. അദ്ദേഹം കൊണ്ടുവന്ന ആ ശ്രദ്ധ, എനിക്ക് വേണ്ടിയിട്ട് അത് സൂക്ഷിച്ചു കൊണ്ടുവന്ന ആ വെള്ളം കൊണ്ടുവന്ന അതിന്റെ ശ്രദ്ധയും അതുപോലെ അയാളോടുള്ള വിശ്വാസം, ആ ഒരു രണ്ട് കാരണം കൊണ്ടാണ് ഞാൻ ആ അദ്ദേഹം കൊണ്ടുവന്ന വെള്ളം കുടിച്ചത്. കിസ്നെ കഹ കിസ്സെ കഹ, ഹൂ സെഡ് ടു ഹോം? ആര് പറഞ്ഞു, ആരോടാണ് പറഞ്ഞത്? അതില് മിസ് പറയാൻ വിട്ടുപോയതാണ്, കഴിഞ്ഞ എക്സാം മുതൽ പറയാൻ വിട്ടുപോയതാണ്. അതിന്റെ ആൻസർ എഴുതുമ്പോൾ കിസ്നെ കഹ കിസ്സെ കഹ എന്നാണല്ലോ. അപ്പൊ അതില് ആരാണ് പറഞ്ഞത് എന്നുള്ളത് അവിടെ ആരാണോ പറഞ്ഞത് അതിന്റെ കൂടെ നേ ചേർക്കണം. ആരോടാണ് പറഞ്ഞത് എന്നതിന്റെ ആൻസറിന്റെ കൂടെ സേയും ചേർക്കണം. എന്നാൽ മാത്രമേ അതിന്റെ ആൻസർ മുഴുവനാവുകയുള്ളൂ. അല്ലാണ്ട് പറയുന്ന രണ്ടാളുകളുടെ പേര് മാത്രം അവിടെ എഴുതി വെച്ചാൽ അതിന്റെ മാർക്ക് ഫുൾ തരാൻ പറ്റില്ല. ആര് ആരോട് പറഞ്ഞു എന്നുള്ളതിനാണ് 1 മാർക്ക്, അല്ലെങ്കിൽ 2 മാർക്കെങ്കിൽ 2 മാർക്ക്, അല്ലെങ്കിൽ 1 മാർക്ക്. അപ്പൊ ആ 1 മാർക്ക് ഫുൾ തരണമെങ്കിൽ എന്താണ്, ആരാണ് പറഞ്ഞത് എന്നുള്ളതിനോടുകൂടി നേ പ്രത്യയം ചേർക്കണം. ആരോടാണ് പറഞ്ഞത് എങ്കിൽ അതിനോട് സേ പ്രത്യയം കൂടി ചേർത്ത് വെക്കണം. എന്നാലും നോട്ട് ആൻസർ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഇവിടെ എന്താണ്, മദീന സെ ആയേ ഈസ് പവിത്ര ആബേ ജംജം കോ ആപ് ഭി ധോടാ ധോടാ പീലേ? മദീനയിൽ നിന്ന് കൊണ്ടുവന്ന ഈ പവിത്രമായ ജലം താങ്കളും കൂടി അല്പം കുടിച്ചാലും. അപ്പൊ അത് ആരോട് പറഞ്ഞതാണ്? ആ യാത്രി ഖലീഫയോട് പറഞ്ഞതാണ്. യാത്രി ഖലീഫയോട് പറഞ്ഞാണ്. അപ്പൊ യാത്രീനെ എഴുതി ഖലീഫ കഴിഞ്ഞിട്ട് സേ കൂടി ചേർക്കുക. യാത്രീനെ ഖലീഫ സേ കഹ. രണ്ടാമത് ഇസ്സേ തോ സഡാന്ത് ആ രഹി ഥി, ഇത് ആര് പറഞ്ഞതാണ്? ദർബാരിയോ. അത് ആരോടൊന്നില്ല, ദർബാരിയോമാണ് പറഞ്ഞത്. അതായത് രാജസദസ്സിലെ ആൾക്കാരാണ് പറയുന്നതെന്ന്. ഇതിൽ നിന്നും ദുർഗന്ധം വരുന്നുണ്ട്. ദർബാരിയോംനെ ഖിലാഫാസെ കഹ എന്ന് വേണമെങ്കിൽ എഴുതാം. ദർബാരികൾ ഖിലാഫയോടാണ് പറഞ്ഞത്. നെക്സ്റ്റ്, मैं उसकी श्रद्धा और विश्वास को ठेस न पहुंचा सकता था. ഞാൻ അവരുടെ ശ്രദ്ധയും ആ വിശ്വാസത്തിലാണ് ഉറച്ച വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു. അത് ആരോട് പറഞ്ഞാണ്? ഖിലാഫാനെ ദർബാരിയോംസെ. ആ ഖിലാഫ തന്റെ ദർബാരി രാജസദസ്സിലെ ആൾക്കാരോട് പറഞ്ഞതാണ്. എന്ത്? मैं उसकी श्रद्धा और विश्वास को ठेस न पहुंचा सकता था എന്നത്. यदि मैं ऐसा न करता तो मेरा खुदा मुझसे खफा हो जाता. ഞാൻ ഇങ്ങനെ ഇല്ലായിരുന്നു എങ്കിൽ എന്നോട് അവർക്ക് ദേഷ്യം തോന്നും. കാരണം ആ ഗിഫ്റ്റ് കൊണ്ടുവന്ന ഞാൻ അത് ആ വെള്ളം കുടിച്ചില്ല എങ്കിൽ അയാൾക്ക് ദേഷ്യം തരുന്നില്ലേ? കാരണം അങ്ങനെ കൊണ്ടുവന്നിട്ട്
ആ പവിത്രമായ ജലം ഖലീഫയ്ക്ക് കുടിക്കാൻ കൊടുത്തപ്പോ അയാൾ അത് തിരസ്കരിച്ചിരുന്നുവെങ്കിൽ ദേഷ്യം തോന്നുമായിരുന്നു. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞ ആരാണ്? ഖിലാഫ തന്നെയാണ്. ഖിലാഫ തന്റെ ദർബാരികളോടാണ് പറയുന്നത്. എന്ത്? യദി മേം ഐസാ ന കർത്താ തോ മേരാ ഖുദാ മുജ്സേ ഗഫാ ഹോ ജാതാ. ഓക്കെ ആണോ? യെസ്. नेक्स्ट है निम्नलिखित शब्दों को वाक्यों में प्रयोग कीजिए. आबे जमजम. आबे जमजम ले पेज नंबर 36 ले फर्स्ट पैराग्राफ ले മൂന്നാമത്തെ ലൈൻ. उसने आबे जमजम को एक लोटे में भरा. ആബേ ജംജം എന്ന് പറഞ്ഞാല് പവിത്രമായ ജലം എന്നാണ് മീനിങ്. उसने आबे जमजम को एक लोटे में भरा. അതാണ് ഒന്നാമത്തെ സെന്റൻസ്. നെക്സ്റ്റ് ബദ്ബൂദാർ. ബദ്ബൂദാർ പേജ് നമ്പർ 37 പിക്ചർ തൊട്ട് മുകളിലായിട്ട് നാലാമത്തെ ലൈനായിട്ട് ഇത് എന്താ? ആപ്പിനെ ഐസാ ബദ്ബൂദാർ ജൽ ആഖിർ ക്യോം പിയാ. ആപ്പിനെ ഐസാ ബദ്ബൂദാർ ജൽ ആഖിർ ക്യോം പിയ. നിങ്ങൾ എങ്ങനെയാണ് ഈ ദുർഗന്ധം വമിക്കുന്ന ജലം താങ്കൾ കുടിച്ചത് എങ്ങനെയാണ്? നെക്സ്റ്റ് പവിത്ര സരോവർ. പവിത്ര സരോവർ അതായത് പേജ് നമ്പർ 36 രണ്ടാമത്തെ ലൈനിലുണ്ട്. സെക്കൻഡ് ലൈൻ. വഹാം കെ പവിത്ര സരോവർ സേ ജൽ ഭർകർ एक यात्री बगदाद की ओर रवाना हुआ. പവിത്ര സരോവർ എന്നുള്ള വേർഡിന്റെ വേർഡ് വാക്യത്തിൽ പ്രയോഗിച്ചത് എവിടെയാണ്? ഫസ്റ്റ് പാരഗ്രാഫിലെ സെക്കൻഡ് ലൈനിലുണ്ട്. വഹാം കെ പവിത്ര സരോവർ സേ ജൽ ഭർകർ. അവിടുത്തെ പവിത്ര സരോവരത്തിൽ നിന്ന് ജലം ശേഖരിച്ചിട്ട് ഏക് യാത്രി ഒരു യാത്രക്കാരൻ ബഗ്ദാദ് കി ഓർ രവാന ഹുവ ബഗ്ദാദിന് നേരെ നടന്നു. നെക്സ്റ്റ് ഖുദാ കാ ബന്ദ. പേജ് നമ്പർ 37 ലാസ്റ്റ് പാരഗ്രാഫില് यदि मैं ऐसा न करता तो मेरा खुदा मुझसे अवश्य गवाह हो जाता और खुदा के उस बंदे का भी अपमान होता. बंदे का भी खुदा के उस बंदे का भी अपमान होता. यदि मैं ऐसा न करता तो मेरा खुदा मुझसे अवश्य गवाह हो जाता और खुदा के उस बंदे का भी अपमान होता. ഇതാണ് ഖുദാ കാ ബന്ദ എന്നുള്ളത് വാക്യത്തിൽ പ്രയോഗിക്കുന്നത്. നെക്സ്റ്റ് വർത്തനി ശുദ്ധ കീജിയെ. വർത്തനി ശുദ്ധ കീജിയെ എന്ന് പറഞ്ഞാല് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ശരിയാക്കുക, സ്പെല്ലിങ്ങുകളെ തിരുത്തുക. ഒന്ന് പവിത്ര എന്നാ കൊടുത്തിരുന്നത്. പവിത്ര പവിത്ര അല്ല പവിത്ര എന്നാ കൊടുത്തത്. നമുക്ക് പവിത്ര അത് ശരിയാക്കി പവിത്ര എന്നുള്ളത് എന്താക്കിയാണ്? പവിത്ര. എഴുതിയോ? പവിത്ര. നെക്സ്റ്റ് തീരഥ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. തീർത്ഥ് എന്നാ വേണ്ടത്. ധാ എന്നുള്ളതിന്റെ മുകളില് ഇരുന്നല്ല ചിഹ്നം. തീർത്ഥ് തീർത്ഥ് എഴുതിയോ? നെക്സ്റ്റ്
വിശ്വാസ് വിശ്വാസ് എന്നാണ് കൊടുക്കുന്നത്. നമുക്ക് വേണ്ടത് വിശ്വാസാണ്. ഷായുടെ പകുതി വ. വിശ്വാസ്. വിശ്വാസ് എന്നുള്ളത് മാറ്റുക. വിശ്വാസ്. 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 അതുപോലെ നെക്സ്റ്റ് വരുന്നത് ശ്രദ്ധ എന്നുള്ള വേർഡാണ്. അത് തെറ്റാണ് അവിടെ കൊടുക്കുന്നത്. നമുക്ക് ശ്രദ്ധ. ശ്ര എഴുതി ഒരു ദ, അത് കൈയിടാണ് രണ്ടാമത് ധ. ശ്രദ്ധ. ശ്രദ്ധ. നെക്സ്റ്റ് ശരം എന്നാണ്. ശരം എന്ന് പറഞ്ഞാലും ലജ്ജ എന്നാണ്, നാണക്കേട് എന്നാണ്. ഇവിടെ ശർമ്മ, നിങ്ങൾ പഠിച്ച വേർഡ് ശർമ്മ എന്നാണ്. ശരം എന്നുള്ളത് തെറ്റായ വേർഡ് അല്ല. ശരം എന്ന് ഹിന്ദിയിലുണ്ട്. ശരം എന്ന് പറഞ്ഞാലും ലജ്ജ തന്നെയാണ്. ഇവിടെ ശർമ്മ. ശർമ്മ എന്ന് പറഞ്ഞാൽ ലജ്ജ. മായുടെ മുകളിൽ ഇർന്നുള്ള ചിഹ്നമാണ് വേണ്ടത്. നിങ്ങൾ പഠിച്ച വേർഡില് ശർമ്മ എന്നാണ്. ശരം എന്ന് മാറ്റുക. ശർമ്മ. ശ മുകളിൽ മാ നേതി മുകളില് ഇർന്നുള്ള ചിഹ്നം. അതുപോലെ നെക്സ്റ്റ് അവശൈ എന്ന് കൊടുത്തിട്ടുണ്ട്. അവശൈ. ആ ഷാ എന്നുള്ളതിന് ഒരു വരയുണ്ട്. ആ വര വേണ്ട. ഷായുടെ പകുതി ഭാഗം മാത്രം എടുത്തിട്ട് അതിനോട് കൂടി യ. അവശ്യ. ഇത് വായിക്കല് അവശൈ എന്നാണ്. നമുക്ക് വേണ്ടത് അവശ്യ. അവശ്യ. ലാസ്റ്റ് യാത്രിയോം എന്നാ കൊടുത്തത്. നമുക്ക് വേണ്ടത് യാത്രിയോം. യാത്രിയോം. यात्रियों. लास्ट वन फिफ्थ. नीचे दिए गए शब्दों के विलोम शब्द लिखिए. राइट दी ऑपोजिट वर्ड्स. राइट दी ऑपोजिट वर्ड्स. ഫസ്റ്റ് അച്ഛ. അച്ഛ എന്നതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? ബുര. നമ്മൾ കുറെ പ്രാവശ്യം പഠിച്ചു. ബുര. യെസ്, വെരി ഗുഡ്. ബുര. അച്ഛ, ബുര. നെക്സ്റ്റ് സഫേദ്. സഫേദ് മീൻസ് വൈറ്റ്. അതിന്റെ ഓപ്പോസിറ്റ് കാല, ബ്ലാക്ക്. സഫേദ്, കാല. നെക്സ്റ്റ് പ്രാതകാൽ. പ്രാതകാൽ, സായംകാൽ. പ്രാതകാൽ അതൊരു സംസ്കൃത വേർഡാണ് കേട്ടോ. പ്രാതകാൽ എന്ന് പറഞ്ഞാൽ രാവിലെ. അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് സംസ്കൃത വേർഡ് തന്നെയാണ് അപ്പൊ വേണ്ടത്. സായംകാൽ. പ്രാതകാൽ, സായംകാൽ. സുന്ദർ അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് കുരൂപ്. സുന്ദർ, കുരൂപ്. ധനി അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താവും? നിർധൻ. ധനി ഓപ്പോസിറ്റ് വേർഡ് നിർധൻ. അതുപോലെ അമീർ. അമീറിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? ഗരീബ്. അമീർ, ഗരീബ്. അമീർ, ഗരീബ്. നെക്സ്റ്റ് രാജ. രാജ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? റാണി. യെസ്, വെരി ഗുഡ്. റാണി. രാജ, റാണി. ആൻമരിക്ക് ക്ലാസ് കിട്ടുന്നില്ല എന്ന് അങ്ങനെ അയച്ചുകൊണ്ടിരുന്നു. റേഞ്ച് പ്രോബ്ലം ആയിരിക്കും അല്ലെ?
രാജ റാണി. നെക്സ്റ്റ് മോട്ട. മോട്ട മോട്ട പറഞ്ഞാൽ തടിച്ചത്. അപ്പൊ മെലിഞ്ഞാണ് പത്തല. എന്താണ് പത്തല? മോട്ട പത്തല. രാവിലെ കട്ടായി പോവായിരുന്നു. ഉച്ചയ്ക്ക് ഒട്ടും കിട്ടുന്നില്ല. നെക്സ്റ്റ് മോട്ട പത്തല. മോട്ട പറഞ്ഞ തടിച്ച, പത്തല മെലിഞ്ഞ. നെക്സ്റ്റ് സ്വസ്ത്. അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് അസ്വസ്ഥ് അല്ലെങ്കിൽ ബീമാർ എന്നും പറയാം. ബീമാർ. സ്വസ്ഥ നല്ല ആരോഗ്യമുള്ളതിനെ പറഞ്ഞു നമ്മള്. അസ്വസ്ഥ അല്ലെങ്കിൽ ബീമാർ നല്ല അസുഖം പിടിച്ചവര്. അസ്വസ്ഥ പഠിച്ചാൽ മതി. ഓക്കെ. നെക്സ്റ്റ് ശ്രദ്ധ. ശ്രദ്ധ എന്താണ്? അശ്രദ്ധ. ആന്ന് ചേർത്താ മതി, ബാക്കി അതിലുണ്ട്. ശ്രദ്ധ. ശ്രദ്ധ അശ്രദ്ധ. അപ്പൊ ഒന്നുകൂടി മിസ് അതായത് വിലോമ ശബ്ദം പറഞ്ഞുതരാണ്, ശ്രദ്ധിച്ചോളൂ. അച്ഛ ബുര, സഫേദ് കാൽ, സഫേദ് കാല, പ്രാതകാൽ സായംകാൽ, സുന്ദർ കുരൂപ്, ധനി നിർധൻ, അമീർ ഗരീബ്, രാജ റാണി, മോട്ട പത്തല, സ്വസ്ഥ് അസ്വസ്ഥ്, ശ്രദ്ധ അശ്രദ്ധ. ഇത്രയുമാണ്. അപ്പൊ 2 ലെസൺ നിങ്ങൾ നോട്ട് എണ്ണി എഴുതി അയക്കാനുണ്ട്. അത് ഓർമ്മിച്ച് അയച്ചു തരിക. അതിൽ ഷോൺ ഒന്ന് ആ ലെസൺ ഒന്ന് വായിച്ചെന്ന മോനെ. കുറച്ചൊന്ന് വായിച്ച്. ഷോൺ വിചാരിക്കണ്ട മിസ് എപ്പോഴും എന്നെ കൊണ്ട് തന്നെ വായിപ്പിക്കുന്നത്. നിനക്ക് നല്ലതേ വരുള്ളൂ. നീ വായിക്കുന്നത് കൂടുതൽ തോറും എന്താണ് നിനക്ക് പ്രശ്നങ്ങൾ, അതായത് തെറ്റുകൾ കുറഞ്ഞു വരും കേട്ടാ. വേണ്ടിക്ക മാൻ ലെസൺ ഒന്ന് വായിച്ചെന്നേ. मक्का मदीना जैसे पवित्र तीर्थों पर लोग बड़ी श्रद्धा से जाते हैं। ऐसे ही एक बार एक बड़ा काफिला मदीना पहुंचा। वहां के पवित्र सरोवर से जल भरकर एक यात्री बगदाद की और रवाना हुआ। निकल पड़ा। रास्ते पर വായിച്ച് തെറ്റില്ലേ? രവാന ഹുവാന്ന് വായിച്ചിട്ട്
അവിടെ ഒരു സെന്റൻസ് വിട്ടുപോയില്ലേ? ഉസ്നെ ആബേ ജംജം കോ ഏക് ലോട്ടെ മേം ഭരാ എന്ന് വായിച്ചില്ലല്ലോ. അത് വായിക്കും. उसने आबे जमजम के കോ जमजम को एक लोटे में ഭരാ. भरा। उसे लेकर लेकर पैदल यात्रियों के साथ पैदल यात्रियों के साथ वह निकल पड़ा। रास्ते पर उस जल की हिफाजत करता हुआ वह एक दिन बगदाद के खलीफा के पास पहुंचा और आप जमजम उन्हें बड़ी श्रद्धा के साथ दे दिया। दलीफा ने लोटा साथ में लिया और दौड़ा सा पानी पी लिया। खलीफा के जल पीने के बाद वह यात्री दूरी खुशी अन्य यात्रियों के साथ अपने शहर को रवाना हो गया। पवित्र जल का वह लोटा खलीफा ने दरबार में रखा और कहा, मदीना से आए इस पवित्र आबे जमजम को आप लोग भी ജലദോഷമുണ്ടല്ലേ? മഴ നനഞ്ഞോ? അല്ലെങ്കിൽ കുളിക്കാനൊക്കെ പോയോ? എവിടെയെങ്കിലും നീന്താനൊക്കെ പോയോ? ഇല്ല, അലർജിയാ. ഓ അതെയോ? ഓക്കെ എന്നാ മിസ് അതിന്റെ ബാക്കി മിസ് വായിച്ചുതരാം. കേട്ടോളൂ മോനെ. सेकंड पैराग्राफ मुझे मिस वाइचरा। पवित्र जल का वह लोटा खलीफा ने दरबार में देखा और कहा, मदीना से आए इस पवित्र आबे जमजम को आप लोग भी थोड़ा थोड़ा ले लें। दरबारियों ने उस पानी को पीना चाहा पर पी न सके, क्योंकि दरवेश उस पानी को लेकर कई महीने बाद बगदाद पहुंचा था। बंद लोटे में पड़े रहने के कारण पानी में गंध आ गई थी। दरबारियों ने उस लोटे को ज्यों का त्यों एक स्थान पर रख दिया और बोले, जनाबे अली, आपने ऐसा बदबूदार जल आखिर क्यों पिया? इससे तो सड़ांध आ रही थी। खलीफा मुस्कुराए, मित्रों, वह दरवेश महीनों तपती रेतों में चलकर वह जल मेरे लिए लाया था। मैं उसकी श्रद्धा और विश्वास को ठेस न पहुंचा सका, अतः मैंने भी उसी श्रद्धा और विश्वास से जल को पी लिया। यदि मैं ऐसा न करता तो मेरा खुदा
मुझसे अवश्य खफा हो जाता और खुदा के उस बंदे का भी अपमान होता। यह सुनकर दरबारियों ने शर्म से सिर झुका लिया. ഓക്കെ, മക്കളെല്ലാവരും ഒരു നന്നായിട്ട് ഈ ലെസൺ നന്നായിട്ട് വായിക്കുക, ഒരു 3-4 പ്രാവശ്യം വായിക്കുക. അപ്പൊ അതിന് മുന്നേ 9ാമത്തെ ലെസണിന്റെ ഞാൻ മിസ് പറഞ്ഞതുപോലെ മിസ്സിന് അയച്ചു തരണം എഴുതിയിട്ട്. 9ാമത്തെയും 10ാമത്തെയും ലെസൺ, 10ാമത്തെ പിന്നെ ഞാൻ മിസ് അയച്ചു തരാം, ഗ്രൂപ്പിൽ അയച്ചു തരാം. 9ാമത്തെ ഇപ്പൊ എല്ലാവരും അയച്ചു തരണം. നോട്ട് കൃത്യമായിട്ട് എഴുതി അയക്കുന്നവർക്ക് സ്പെഷ്യൽ മാർക്ക് ഉണ്ട്, കൃത്യമായിട്ട് അയക്കുന്നവർക്ക് മാത്രം, അതെല്ലാവർക്കും ഇല്ല. അതിനൊരു ഗ്രേഡ് വേറെ ഉണ്ട് കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് അതെല്ലാവരും അയച്ചുതരാൻ മറക്കരുത്. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോഴേക്കും നന്നായിട്ട് പഠിക്കുക. ഓക്കെ ബൈ. ഓക്കെ ബൈ, സി യു. ഓക്കെ.